ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ട്രാവേഴ്സ് സർവേ പഠിച്ചു, അതുപോലെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ട്രാവേഴ്സിങ് ഏതെല്ലാമാണെന്ന് പഠിച്ചു, അതുപോലെ ഹൗ ടു ചെക്ക് എ ട്രാവേഴ്സ്, ഹൗ ടു ചെക്ക് ദ മെഷർമെൻറ്റ്സ് ഇൻ എ ട്രാവേഴ്സ്, ലീനിയർ മെഷർമെൻ്റ് ആയാലും ആംഗുലർ മെഷർമെൻറ്റ്സ് ആയാലും എങ്ങനെയാണ് അത് ചെക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി അടുത്ത് വരുന്ന ടോപ്പിക്ക് ട്രാവേഴ്സ് കമ്പ്യൂട്ടേഷൻസ്. ഇപ്പോൾ ട്രാവേഴ്സ് കമ്പ്യൂട്ടേഷൻ എന്ന് പറഞ്ഞത് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് എല്ലാം വരാൻ സാധ്യതയുള്ളൊരു പോർഷനാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്നതാണ് ട്രാവേഴ്സ് കമ്പ്യൂട്ടേഷനിൽ പറയുന്നത്, നമ്മളൊരു ട്രാവേഴ്സ് വരച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ABCD എന്ന് പറഞ്ഞൊരു ട്രാവേഴ്സ് നമ്മൾ വരച്ചു. അപ്പോൾ ഇതിൽ ഓരോ വി ക്യാൻ എക്സ്പ്രസ് എവറി സർവേ ലൈൻ ആസ് കോർഡിനേറ്റ്സ്. വി ക്യാൻ എക്സ്പ്രസ് ദ സർവേ ലൈൻസ് ഇൻ കോർഡിനേറ്റ്സ് ഫോം. ഓക്കെ, അതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ സപ്പോസ് നമ്മൾ AB ആണ് ആദ്യത്തെ സർവേ ലൈൻ. ഓക്കെ, അപ്പം വി ക്യാൻ ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ സർവേ ലൈൻ സച്ച് ദാറ്റ് ഇതിൽ ഒറിജിൻ നമ്മുടെ ഫസ്റ്റ് സ്റ്റേഷനിലും കോർഡിനേറ്റ്സ് വി ആർ ഫൈൻഡിങ് കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് B ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ആംഗിൾ, ഇറ്റ് വിൽ മേക്ക് എൻ ആംഗിൾ അല്ലെങ്കിൽ ബിയറിംഗ് തീറ്റ ആയിരിക്കും ഇത് നോർത്ത് വരെ ഉണ്ടാക്കുന്ന ആംഗിൾ. നമ്മുടെ സർവേ ലൈൻ AB നോർത്ത് വരെ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണ്. അതുപോലെ ലെങ്ത് ഓഫ് ദ സർവേ ലൈൻ L ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ then the coordinate length measured parallel to the north direction is known as latitude, and the coordinate length measured perpendicular to the north direction അല്ലെങ്കിൽ മെറിഡിയൻ is known as a departure. ഓക്കെ, അപ്പോൾ ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ് ലെങ്ത് മെഷേർഡ് പാരലൽ ടു മെറിഡിയനും, ഡിപ്പാർച്ചർ എന്ന് പറയുന്നത് കോർഡിനേറ്റ് ലെങ്ത് മെഷേർഡ് പെർപെൻഡിക്കുലർ ടു ദ മെറിഡിയൻ. ഓക്കെ, ഇതിങ്ങനെയാണ് നമ്മുടെ ഈ സർവേ ലൈൻ റിസോൾവ് ചെയ്ത് എങ്ങനെയിരിക്കും. സർവേ ലൈൻ ലെങ്ത് എല്ലുള്ളൊരു സർവേ ലൈൻ ഉണ്ട് AB, അതിന് നമ്മൾ രണ്ട് സൈഡിലും റിസോൾവ് ചെയ്യാം തീറ്റ ആംഗിൾ വെച്ചിട്ട്. ഇപ്പോൾ ഈ സൈഡ് ലാറ്റിറ്റ്യൂഡ് അപ്പോൾ എന്താവും L കോസ് തീറ്റ ആയിരിക്കും, ഒരു ഡിപ്പാർച്ചറിൻ്റെ ലെങ്ത് L സൈൻ തീറ്റ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ സംഭവം. അപ്പോൾ ഈ ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചർ എന്നും പറയുന്നത് കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് B, സെക്കൻഡ് സ്റ്റേഷൻ. വി ആർ ഫൈൻഡിങ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ സെക്കൻഡ് സ്റ്റേഷൻ ടേക്കിംഗ് ഒറിജിൻ ആസ് ദ ഫസ്റ്റ് സ്റ്റേഷൻ. ആദ്യത്തെ സ്റ്റേഷൻ ഒറിജിൻ ആയിട്ട് വെച്ചിട്ട് സെക്കൻഡ് സ്റ്റേഷൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സർവേ ലൈൻ ABയിൽ ബീൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറുമാണ്. ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ L കോസ് തീറ്റയും, ഡിപ്പാർച്ചർ എന്ന് പറഞ്ഞാൽ L സൈൻ തീറ്റയും ആയിരിക്കും. ഓക്കെ, അതാണ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചർ. നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, കമ്പ്യൂട്ടേഷനിൽ രണ്ട് തരത്തിലുള്ള കോർഡിനേറ്റ്സ് ഉണ്ട്, കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ്സും ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സും. അതെന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ്സ് ആണ്. അപ്പോൾ കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ്സിൽ നമ്മളിപ്പം പറഞ്ഞു AB എങ്ങനെയാണ് ലാറ്റിറ്റ്യൂഡ് മെഷർ ചെയ്യുന്നത്, അതുപോലെ എങ്ങനെയാണ് ഡിപ്പാർച്ചർ മെഷർ ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ ലാറ്റിറ്റ്യൂഡ് എന്താണ്, ദ കോർഡിനേറ്റ് ലെങ്ത് മെഷേർഡ് പാരലൽ ടു ദ മെറിഡിയൻ ഡയറക്ഷൻ അല്ലേ. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട്, ദ ലാറ്റിറ്റ്യൂഡ് ഈസ് പോസിറ്റീവ് when measured northward and latitude will be negative when measured southward. ഓക്കെ, അതെന്താണെന്ന് നോക്കാം. ഇപ്പം നമ്മൾ ഫസ്റ്റത്തെ സർവേ ലൈൻ AB നോക്കി അല്ലേ. അപ്പോൾ ABനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ABൻ്റെ ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും കണ്ടുപിടിക്കുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ നമ്മളിതിനൊരു നമ്മൾ ഒറിജിൻ ഇവിടെ ആക്കി എടുത്താൽ നമുക്ക് കിട്ടുന്ന റീഡിങ് എപ്പോഴും അപ്പർ ക്വാഡ്രൻറ്റിലായിരിക്കും അല്ലേ, അപ്വേർഡ് ഡയറക്ഷനിലായിരിക്കും നമ്മുടെ ലാറ്റിറ്റ്യൂഡ് കിട്ടുന്നത്. അപ്പോൾ ലാറ്റിറ്റ്യൂഡ് വെൻ ഇറ്റ് ഈസ് മെഷേർഡ് അപ്വേർഡ്സ് വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് പോസിറ്റീവ്. അതേസമയം നമ്മുടെ സർവേ ലൈൻ BC ആണ് ഇപ്പോൾ ചെയ്യുന്നതായിരിക്കാം. വി ആർ ഫൈൻഡിങ് ദ കോർഡിനേറ്റ്സ് ഓഫ് പോയിന്റ് C ടേക്കിംഗ് B ആസ് ദ ഒറിജിൻ. B ഒറിജിനായിട്ട് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ കേസിൽ നമ്മൾ എടുക്കേണ്ട ആംഗിൾ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും റെഡ്യൂസ്ഡ് ബിയറിംഗ് ആണ് എടുക്കുന്നത് അല്ലേ. അപ്പോൾ താഴത്തെ ആംഗിളാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ വരുന്ന ഡിപ്പാർച്ചർ അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡ്, ഇവിടെ വരുന്ന ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും
അല്ലേ? സി ഡി ബി സിൻ്റെ ലെങ്ത് എൽ ആണെങ്കിൽ latitude is equal to L cos theta, and here the value will be negative because the latitude is measured downwards, അല്ലേ? താഴത്തേക്കാണ് അപ്പോൾ ലാറ്റിറ്റ്യൂഡ് വരുന്നത്. ഇവിടെ നമുക്ക് ലാറ്റിറ്റ്യൂഡ് വരുന്നത് ഇങ്ങനെയായിരിക്കും. അത് നമ്മുടെ സർവേ ലൈൻ വരുന്നത് ഇങ്ങനെയായിരിക്കും, അല്ല ലാറ്റിറ്റ്യൂഡ് കിട്ടുന്നത് താഴേക്കായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് സൗത്തിങ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ സർവേ ലൈനിലും അതിൻ്റെ ഒറിജിൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് കണക്കായിരിക്കും. ഇപ്പം അടുത്തത് ഡി എന്ന് പറഞ്ഞ പോയിൻ്റ് കോർഡിനേറ്റ്സ് ആയിരിക്കും. ഇതിലും സൗത്തിങ് ആയിരിക്കും, അല്ലേ? അടുത്തത് ഇ എന്ന് പറഞ്ഞതിൻ്റെ ഇതിലിപ്പം കോർഡിനേറ്റ് ഒറിജിനായിട്ട് എടുക്കുന്നത് ഡി ആണ്. സർവേ ലൈൻ ഇത്. ഇവിടെ ആംഗിൾ ഇങ്ങനെയാണ്. സോ ലാറ്റിറ്റ്യൂഡ് വിൽ ബി പോസിറ്റീവ്, അല്ലേ? എബവ് അല്ലേ? നോർത്ത് വേർഡ്സ് ആണ് വരുന്നത്. അപ്പോൾ അതാണ് നോർത്തിങ് ആൻഡ് സൗത്തിങ്. latitude is equal to L cos theta. L is the length of the survey line. Theta is the reduced bearing of the line. reduced bearing ആണ് എപ്പോഴും നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, reduced bearing പറഞ്ഞാൽ എന്താണ്? നിയറസ്റ്റ് ആയിട്ട് നോർത്തിനും സൗത്തിനും, ഏതർ നോർത്ത് വേർഡ്സ് അല്ലെങ്കിൽ സൗത്ത് വേർഡ്സ്. ഓക്കെ, അത് തെറ്റിക്കാൻ പാടില്ല. എക്സാമിനെല്ലാം കുറേ ആൾക്കാർ ഈസ്റ്റിലും വെസ്റ്റിലും ആയി കൊടുത്തിട്ടുണ്ട്. റെഡ്യൂസ്ഡ് ബിയറിംഗ് എപ്പോഴും എന്താണ്? ഇങ്ങനെയാണെങ്കിൽ എപ്പോഴും നിയറസ്റ്റ് ആയിട്ട് ഇപ്പം ഏതാണോ, സൗത്ത് ആണോ നോർത്ത് ആണോ, അതിലേക്ക് മാത്രമാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അതിനാണ് നമ്മൾ റെഡ്യൂസ്ഡ് ബിയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സപ്പോസ് ഹോൾ സർക്കിൾ ബിയറിംഗ് ഇത്രയാണ് കിട്ടിയെങ്കിൽ വിൽ ടേക്ക് ദ റെഡ്യൂസ്ഡ് ബിയറിംഗ് ആസ് ദിസ് വാല്യൂ, അല്ലേ? സൗത്ത് ആ ആംഗിള് വെസ്റ്റ്, അല്ലേ? അപ്പോൾ ഈ ആംഗിളിനെയാണ് നമ്മൾ റെഡ്യൂസ്ഡ് ബിയറിംഗ് എന്ന് പറയുന്നത്. മൊത്തത്തിലാണ് റെഡ്യൂസ്ഡ് ബിയറിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ആ ആംഗിൾ മാത്രം എടുത്താൽ മതി. ഓക്കെ, മൊത്തം ആംഗിൾ എടുക്കേണ്ട ആവശ്യമില്ല. ടേക്ക് ദ റെഡ്യൂസ്ഡ് ബിയറിംഗ് വാല്യൂസ്. സോ ആൻഡ് സീ ദ ക്വാഡ്രൻസ്. അപ്പോൾ ലാറ്റിറ്റ്യൂഡിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, ഡിപ്പാർച്ചറും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ക്വാഡ്രൻസ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ കണ്ടോ, ജസ്റ്റ് ഒന്ന് പറയാം. അപ്വേർഡ് ആണെങ്കിൽ എപ്പോഴും ലാറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആയിരിക്കും, ഡൗൺവേർഡ് ആണെങ്കിൽ ലാറ്റിറ്റ്യൂഡ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അടുത്തത് ഡിപ്പാർച്ചർ. ഡിപ്പാർച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? കോർഡിനേറ്റ് ലെങ്ത് മെഷേർഡ് പെർപെൻഡിക്കുലർ ടു ദ മെറിഡിയൻ ഡയറക്ഷൻ, അല്ലേ? പെർപെൻഡിക്കുലർ ടു ദ മെറിഡിയൻ ഡയറക്ഷൻ. അതായത് നമ്മളിപ്പോൾ ഇതാണ് സർവേ ലൈൻ എങ്കിൽ അതിൻ്റെ ഈ ലെങ്ത്, അല്ലേ? ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഇതാ ഡിപ്പാർച്ചർ ഡി ഈസ് ഈക്വൽ ടു എൽ സൈൻ തീറ്റ, അല്ലേ? അതിനെ റിസോൾവ് ചെയ്ത വാല്യൂ ആണ്. Departure d is equal to L sin theta, and departure is positive when it is measured towards the east side. East side ആയിരിക്കും പോസിറ്റീവ്. അതേസമയം ഡിപ്പാർച്ചർ ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിൽ ഇറ്റ് വിൽ ബി നെഗറ്റീവ്. ഓക്കെ, അത് എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ നമ്മുടെ സർവേ ലൈൻ എ ബിനെ നമ്മൾ എ ഒറിജിൻ ആക്കി എടുത്താൽ ഡിപ്പാർച്ചർ എപ്പോഴും അവിടെ വരും? ഡിപ്പാർച്ചർ വിൽ ബി ഇൻ ദ ഈസ്റ്റ് സൈഡ്, അല്ലേ? സോ ഹിയർ ഇറ്റ് ഈസ് ഡിപ്പാർച്ചർ പോസിറ്റീവ് ആയിരിക്കും. അതേസമയം നമ്മൾ അടുത്ത രണ്ടാമത്തെ സർവേ ലൈൻ എടുക്കാം. ബി സിയിൽ സിൻ്റെ കോർഡിനേറ്റ് ആണ്. അപ്പോൾ ഒറിജിനേറ്റ് എടുക്കേണ്ടത് ബി ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് തീറ്റ ഇതാണ് റെഡ്യൂസ്ഡ് ബിയറിംഗ്. സോ ഡിപ്പാർച്ചർ വി വിൽ ഗെറ്റ് എവിടെയാണ്? ഈ ലൈൻ്റെ ഡിപ്പാർച്ചർ എപ്പോഴും ഇവിടെ ആയിരിക്കും, അല്ലേ? അതും ഈസ്റ്റ് സൈഡ് തന്നെയാണ്. സോ ഹിയർ ഓൾസോ ഡിപ്പാർച്ചർ വിൽ ബി പോസിറ്റീവ്. തേർഡ് ലൈൻ നോക്കാം, സി ഡിൻ്റെ കേസിൽ ഒറിജിൻ എവിടെയാണ്? സിയിലാണ്. ഇതാണ് അതിൻ്റെ ആംഗിള്, ആൻഡ് ദ ഡിപ്പാർച്ചർ വിൽ ബി ഇൻ ദ പ്ലെയിൻ, അല്ല? ഇതാണ് നമ്മുടെ സർവേ ലൈൻ. ഡിപ്പാർച്ചർ വെസ്റ്റ് സൈഡിലാണ്. സോ ഇറ്റ് വിൽ ബി ഡിപ്പാർച്ചർ വാല്യൂ വിൽ ബി ടേക്കൺ ആസ് നെഗറ്റീവ് വാല്യൂ. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡിപ്പാർച്ചറിൻ്റെ വാല്യൂസ് കൊടുക്കേണ്ടത്. സോ അപ്പോൾ അതിൻ്റെ നമുക്ക് കിട്ടി. ലാറ്റിറ്റ്യൂഡ് നോർത്ത് ആണെങ്കിൽ പോസിറ്റീവ്, സൗത്ത് ആണെങ്കിൽ നെഗറ്റീവ്. ഡിപ്പാർച്ചർ ഈസ്റ്റ് ആണെങ്കിൽ പോസിറ്റീവ്, വെസ്റ്റ് ആണെങ്കിൽ നെഗറ്റീവ്. അപ്പോൾ ഇവിടെ ഒരു ഫിഗറിൽ ലാറ്റിറ്റ്യൂഡ് ഡിപ്പാർച്ചർ എന്ന് പറഞ്ഞിട്ട് 4 ക്വാഡ്രൻറ്റിലും കാണിച്ചിട്ടുണ്ട്.
ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ നോർത്ത് ഈസ്റ്റ് ആകുമ്പം പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ സെക്കൻഡ് ക്വാഡ്രൻറ്റ് സൗത്തിൽ ലാറ്റിറ്റ്യൂഡ് നെഗറ്റീവും ഒരു ഡിപ്പാർച്ചർ ഈസ്റ്റ് സൈഡ് ആയതുകൊണ്ട് പോസിറ്റീവ്. തേർഡ് ക്വാഡ്രൻറ്റിൽ രണ്ടും നെഗറ്റീവ്. ഫോർത്ത് ക്വാഡ്രൻറ്റ് നോർത്ത് ആയതുകൊണ്ട് ലാറ്റിറ്റ്യൂഡ് പോസിറ്റീവും വെസ്റ്റ് സൈഡ് ആയതുകൊണ്ട് ഡിപ്പാർച്ചർ നെഗറ്റീവ്. ഓക്കെ, ഇത് ലാറ്റിറ്റ്യൂഡ് ഡിപ്പാർച്ചർ ഫോമിലാണ് എല്ലാത്തിലും കൊടുത്തിട്ടുള്ളത് ഓരോ ക്വാഡ്രൻറ്റിലും. ഓക്കെ, അപ്പോൾ അതാണ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചർ. അടുത്തത് ഇതെങ്ങനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ടേബിളിലാണ് നമ്മൾക്ക് കിട്ടുന്നത്. ക്വസ്റ്റ്യനിൽ ഇപ്പം ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ടാവും. ലെങ്ത് സർവേ ലൈൻ, ലെങ്ത് ഹോൾ സർക്കിൾ ബിയറിംഗ്, ഇത്രയും തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മൾക്ക് ഹോൾ സർക്കിൾ ബിയറിങ്ങിനെ റെഡ്യൂസ്ഡ് ബിയറിംഗ് ആക്കി മാറ്റണം, അല്ലെങ്കിൽ ക്വാഡ്രൻ്റൽ ബിയറിംഗ് ആക്കി മാറ്റണം. നമ്മൾ മുമ്പ് പഠിച്ചതാണ്, അപ്പോൾ അത് കറക്റ്റായി പഠിക്കണം. ഓക്കെ, എന്താ പറയുക, പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യേണ്ടി വരും എന്തായാലും. അപ്പോൾ തെറ്റിക്കാണ്ട് ഇവിടെ തെറ്റിയാൽ ഇതിന് മൊത്തം തെറ്റും. റെഡ്യൂസ്ഡ് ബിയറിംഗ് കാണുന്ന തെറ്റിയാൽ ബാക്കിയുള്ള മൊത്തം മാർക്ക് നിങ്ങൾക്ക് മിസ്സായി. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റായി കണ്ടുപിടിച്ചതിന് ശേഷം ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും കാണാം. ഓക്കെ, ഫസ്റ്റ് ഇതിന് വരക്കണമെന്നൊന്നുമില്ല, നമുക്ക് മനസ്സിലാവും, വരച്ച് നോക്കിയാൽ നല്ലത്. ലെങ്ത് കിട്ടി, ഫസ്റ്റ് ലൈൻ AB, അതിൻ്റെ റെഡ്യൂസ്ഡ് ബിയറിംഗ് 32 ഡിഗ്രി 12 മിനിറ്റ്സ് ഈസ്റ്റ് അല്ലേ. 32 ഡിഗ്രി 12 മിനിറ്റ്സ് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ നോർത്ത് ഈസ്റ്റ് അല്ലേ, അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ലാറ്റിറ്റ്യൂഡ് നോർത്ത് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്. അപ്പം ലാറ്റിറ്റ്യൂഡ് പോസിറ്റീവ്, ഡിപ്പാർച്ചർ ഓൾസോ പോസിറ്റീവ് ആയിരിക്കും അല്ലേ. അപ്പോൾ ലാറ്റിറ്റ്യൂഡ് എന്താണ്? ലാറ്റിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു 232 cos 32 ഡിഗ്രി 12 മിനിറ്റ്സ്. ഓക്കെ, 32 ഡിഗ്രി 12 മിനിറ്റ്സ്. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ലാറ്റിറ്റ്യൂഡ് കിട്ടും. ദാറ്റ് ലാറ്റിറ്റ്യൂഡ് വാല്യൂ വിൽ ബി പോസിറ്റീവ് ബിക്കോസ് നോർത്തിലാണ് അല്ലേ, നോർത്ത് ഈസ്റ്റ്. അതുപോലെ ഡിപ്പാർച്ചർ L sin θ, അതിൻ്റെ വാല്യൂവും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ടേബിൾ ഫിൽ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യാം? പോസിറ്റീവും നെഗറ്റീവും ഇട്ടുകൊണ്ട് തന്നെ ചെയ്യാം. ശ്രദ്ധിച്ച് ചെയ്യാം. ഏത് ക്വാഡ്രൻ്റ് ആണെന്ന് നോക്കാം. ക്വാഡ്രൻ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറിൻ്റെയും അത് ഏതാണ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ള കാര്യം മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഓരോന്നും ചെയ്ത് നോക്കാം, സ്വന്തം ചെയ്ത് നോക്കാം. ഈ പ്രോബ്ലം നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കാൻ നോട്ടിൽ നോക്കാതെ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിത് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ചെക്ക് ചെയ്യാനുണ്ട്, അത് നമുക്ക് നോക്കാം. അത് ലാസ്റ്റ് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ എന്താണ് കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ്? അതായത് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചർ കോർഡിനേറ്റ്സ് ഓഫ് എനി പോയിന്റ് with reference to the preceding point is equal to the latitude and departure of the line joining the preceding point to the point under consideration. അതായത് latitude and departure of any point from point B with reference to the preceding point. Preceding point എന്ന് പറഞ്ഞാൽ A. It is equal to latitude and departure of the line joining the preceding point to the point under consideration. ഒന്നുമില്ല, ഇപ്പോൾ പോയിന്റ് ബിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചർ ഓഫ് ദിസ് ലൈൻ, AB എന്ന് പറഞ്ഞ ലൈനിൻ്റെ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചർ ആയിരിക്കും. അത്രയേ ഉള്ളൂ. ഓക്കെ, പോയിന്റ് അണ്ടർ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ പോയിന്റ് ബി, അതിൻ്റെ കോർഡിനേറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത് യൂസിങ് ദ ലൈൻ AB. ഓക്കെ, സച്ച് കോർഡിനേറ്റ്സ് ആർ കോൾഡ് ആസ് കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റ്സ്. അപ്പോൾ ഇതിൽ ഓരോന്നും കണ്ടിന്യൂസ് ആയി സെപ്പറേറ്റ് ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. AB A ആണ് ഒറിജിൻ ആക്കി എടുക്കേണ്ടത്, BC ആണ്. സിൻ്റെ കോർഡിനേറ്റ് കാണുമ്പോൾ ലൈൻ കൺസിഡർ ചെയ്യേണ്ടത് BC, ഒറിജിനായിട്ട് എടുക്കേണ്ടത് പ്രിസീഡിങ് പോയിന്റ് B. ഓക്കെ, അടുത്തത് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ്. ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് ഓർ ടോട്ടൽ കോർഡിനേറ്റ്സ് ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ കോൺസിക്യൂട്ടീവ് കോർഡിനേറ്റിൽ പറഞ്ഞ പോലെ സെപ്പറേറ്റ് ആയിട്ടല്ല, ഓരോന്നും ആഡ് ചെയ്ത് പോകും.
ആഡ് പ്ലസ് രണ്ടും പ്ലസ് നോക്കാം നമുക്ക് എങ്ങനെയാണെന്ന്. ഇറ്റ് ഈസ് ദ കോർഡിനേറ്റ്സ് ഓഫ് ട്രാവൽ സ്റ്റേഷൻ വിത്ത് റെസ്പെക്ട് ടു എ കോമൺ ഒറിജിൻ. ഒരു കോമൺ ഒറിജിനായിട്ട് എടുക്കുന്നത് കോമൺ ആയിട്ട് ഫസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മളെല്ലാം കണ്ടിന്യൂസ് ആയിട്ടാണ് റീഡിങ്സ് എടുക്കുന്നത്, കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുന്നത്. നോക്കാം എങ്ങനെയാണെന്ന്. ഇറ്റ് ഈസ് ദ ടോട്ടൽ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചർ ഓഫ് എനി പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു എ കോമൺ ഒറിജിൻ. The total latitude or departure of end point of a traverse is equal to total latitude or departure of the first point of traverse plus algebraic sum of all the latitudes. ഇത് നമ്മൾ ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചർ വാല്യൂസും അൾജിബ്രായിക്കലി ആഡ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അതായത് പോസിറ്റീവ് ആണെങ്കിൽ ആഡിങ്ങും നെഗറ്റീവ് ആണെങ്കിൽ സബ്സ്ട്രാക്റ്റും ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇതിൽ നമ്മൾ ലാറ്റിറ്റ്യൂഡ് ഓരോ ലൈൻ്റെയും സർവേ ലൈൻ എ ബി സി ഡി എല്ലാത്തിൻ്റെയും എ ബി ബി സി സി ഡി എല്ലാത്തിൻ്റെയും ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിച്ചു. നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. ഇനി അതിൽ നിന്ന് നമ്മൾ ഓരോ സ്റ്റേഷൻ്റെയും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എന്ത് കണ്ടുപിടിക്കും, ലാറ്റിറ്റ്യൂഡ്സ്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റേഷൻ എൻ്റെ വാല്യൂ നമ്മൾ എസ്യൂം ചെയ്യും. 400 ആണെന്ന് എസ്യൂം ചെയ്യും. വാല്യൂ അത് തന്നെ എസ്യൂം ചെയ്താൽ മതി. അപ്പോൾ ആ വാല്യൂ എസ്യൂം ചെയ്തുകൊണ്ട് സ്റ്റേഷൻ ബിൻ്റെ കോർഡിനേറ്റ്സ്, ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് ഓഫ് സ്റ്റേഷൻ ബി വിൽ ബി സച്ച് ദാറ്റ് വി ഹാവ് ടു അൾജിബ്രൈക്കലി ആഡ് ദ ലാറ്റിറ്റ്യൂഡ്സ്. ഓക്കെ, അതായത് ഇപ്പോൾ ലാറ്റിറ്റ്യൂഡ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ 400 ലാറ്റിറ്റ്യൂഡ് ഇതിന് മുമ്പത്തെ ലാറ്റിറ്റ്യൂഡ് ഈ വാല്യൂ ആയിട്ട് എ ബിൻ്റെ ലാറ്റിറ്റ്യൂഡുമായിട്ട് ആഡ് ചെയ്യാം. അതേപോലെ ഡിപ്പാർച്ചർ വാല്യൂ 400 തന്നെയാണ് അസ്യൂം ചെയ്തത്, അതും ആഡാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് 596 എന്നും 523 എന്നും കിട്ടും. ഓക്കെ, അതുപോലെ അടുത്തത് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് ഓഫ് സ്റ്റേഷൻ സി എന്ന് പറഞ്ഞത് ഇതുവരെ കിട്ടിയതിനെല്ലാം ആഡ് ചെയ്ത് പോകണം, അൾജിബ്രൈക്കലി ആഡ് ചെയ്യണം. ഓക്കെ, സച്ച് ദാറ്റ് ഈ 596 എന്ന് ഇനി ഏതാണ്, വി ഹാവ് ടു സബ്സ്ട്രാക്ട് 111 ലാറ്റിറ്റ്യൂഡ്. അതുപോലെ ഡിപ്പാർച്ചർ 523 ആണ്, അതെന്ത് ചെയ്യണം, പോസിറ്റീവ് ആയതുകൊണ്ട് ആഡ് ചെയ്യണം. ഓക്കെ, സോ 596 മൈനസ് 111 എത്ര കിട്ടി, 485 കിട്ടി. അതുപോലെ 523 പ്ലസ് 97 621 എന്ന് കിട്ടി. ഓക്കെ, അങ്ങനെ കണ്ടിന്യൂസ് ആയി ചെയ്ത് പോകുന്നതിനെയാണ് ടോട്ടൽ കോർഡിനേറ്റ്സ് ഓർ ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേഷൻ്റെ കോർഡിനേറ്റ്സ് നമ്മൾ എസ്യൂം ചെയ്യും, അതിൽ നിന്ന് ബാക്കിയുള്ള സ്റ്റേഷൻസിൻ്റെ കോർഡിനേറ്റ്സ് നമ്മൾ കണ്ടുപിടിച്ച് പോകും. ഓക്കെ, അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ കണ്ടുപിടിച്ച ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഡിപ്പാർച്ചർ വെച്ചിട്ട് നമുക്ക് ക്ലോസിങ് എറർ കണ്ടുപിടിക്കാം. ക്ലോസിങ് എറർ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു സർവേ ക്ലോസ്ഡ് ട്രാവേഴ്സ് ആണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, പക്ഷേ എ ബി സി ഡി ഈ അവസാനത്തെ സ്റ്റേഷൻ നമുക്ക് എയിൽ തന്നെ തിരിച്ചെത്തിയില്ല, അവിടെ നമുക്ക് എത്തിയത് മറ്റൊരു പോയിന്റിലാണ് എ ഡാഷ്. അപ്പോൾ അവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് അല്ലേ, അതാണ് നമ്മുടെ ഇറർ. എ ഡാഷ് ആണ് നമ്മുടെ ക്ലോസിങ് ഇറർ അല്ലേ. ആ ഇറർ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്, ക്ലോസിങ് ഇറർ. ഓക്കെ, അതായത് ഇഫ് എ ക്ലോസ്ഡ് ട്രാവേഴ്സ് ഇസ് പ്ലോട്ടഡ് അക്കോർഡിംഗ് ടു ദ ഫീൽഡ് മെഷർമെൻറ്റ്സ് the end points will not coincide exactly due to the error in angles such errors are called closing errors. നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഉണ്ടായ ആംഗുലർ മെഷർമെൻറ്റ്സിലുണ്ടാകുന്ന ഇറേഴ്സ് എല്ലാം കാരണം നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തണം എന്നില്ല അല്ലേ, ഏതിൽ തന്നെ തിരിച്ചെത്തിയില്ല ക്ലോസ്ഡ് ട്രാവേഴ്സിൽ. അപ്പോൾ അത് എത്രയാണ് അതിൻ്റെ ഇറർ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. സോ ഇൻ എ ക്ലോസ്ഡ് ട്രാവേഴ്സ് actually the sum of latitude should be equal to 0 and sum of departures should also be equal to 0. ഇതാണ് നമ്മുടെ കണ്ടീഷൻ, ആക്ച്വൽ കണ്ടീഷൻ ഫോർ എ ക്ലോസ്ഡ് ട്രാവേഴ്സ് എന്ന് പറയുന്നത്. കണ്ടുപിടിച്ച എല്ലാ ലാറ്റിറ്റ്യൂഡ്സും ഈ സം ചെയ്താൽ ഈക്വൽ ടു 0 കിട്ടണം. ഓൾ ഡിപ്പാർച്ചേഴ്സ് ഓൾസോ ഷുഡ് ബി ഈക്വൽ ടു 0 സം ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ,
So the closing error will be equal to, root of summation of L square plus summation of D square ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? We will get the closing error. ഓക്കെ, അപ്പോൾ ഈ എറർ കാരണം സമ്മേഷൻ ഓഫ് എൽ 0 കിട്ടില്ല. ശരിക്കും കറക്റ്റായി ചെയ്തതെങ്കിൽ സമ്മേഷൻ ഓഫ് എൽ 0 കിട്ടണം. പക്ഷെ നമുക്ക് 0 അല്ല കിട്ടിയത്, നമുക്ക് മറ്റൊരു വാല്യൂ ആണ് കിട്ടിയത്. ഓക്കെ, അതുപോലെ ഡിപ്പാർച്ചറും നമുക്ക് 0 അല്ല, മറ്റൊരു വാല്യൂ ആണ് കിട്ടിയത്. സോ അത് രണ്ടും സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്ത് മൊത്തം റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വിൽ ഗെറ്റ് ദ ക്ലോസിങ് എറർ. ഓക്കെ, അതുപോലെ വി ക്യാൻ ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ക്ലോസിങ് എറർ. എന്ത് ആംഗിളിലാണ് അത് ഇരിക്കുന്നത്? ആ ക്ലോസിങ് എറർ ഉണ്ടാക്കുന്ന ആ ആംഗിൾ. ഓക്കെ, അത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതാണ് ഇവിടെ എ ഡാഷ്. അപ്പോൾ ഇതിൻ്റെ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് സമ്മേഷൻ ഓഫ് എല്ലും ഡിപ്പാർച്ചർ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ ഓഫ് ഡി യു ആയിരിക്കും ആ ഇററിൻ്റെ. ഓക്കെ, ഇററിൻ്റെ ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും. അതുപോലെ അതുണ്ടാക്കുന്ന ആംഗിൾ ഡെൽറ്റ. സോ ടാൻ ഡെൽറ്റ വിൽ ബി ഈക്വൽ ടു, ഇതാണ് സർവേ ലൈൻ. സമ്മേഷൻ ഓഫ് ഡിയും ഇതാണ് ഉണ്ടാക്കുന്ന തീറ്റ, ഡെൽറ്റ, ആംഗിൾ ഡെൽറ്റ. സോ ഡെൽറ്റ വിൽ ബി ഈക്വൽ ടു, അല്ലെങ്കിൽ ടാൻ ഡെൽറ്റ വിൽ ബി ഈക്വൽ ടു summation of d by summation of L. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഡെൽറ്റ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഇറർ. ടാൻ ഡെൽറ്റ ഈസ് ഈക്വൽ ടു summation of delta by summation of L. So we can find delta equal to tan inverse of that value. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോബ്ലം സ്ഥിരം ചോദിക്കുന്ന ഒരു പ്രോബ്ലമാണ്. സോ അതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. ക്ലോസിങ് എറർ കണ്ടുപിടിക്കേണ്ടത്, ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും കണ്ടുപിടിക്കുക. അതിൽ നിന്ന് എന്ത് ചെയ്യാം? സമ്മേഷൻ ഓഫ് എല്ലും സമ്മേഷൻ ഓഫ് ഡിയും നോക്കാം. ഇവിടെ സമ്മേഷൻ ഓഫ് എൽ -3.37 സമ്മേഷൻ ഓഫ് ഡി 1.45 കിട്ടി. അതിന് നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇ ഈസ് ഈക്വൽ ടു 3.67 കിട്ടി. അതുപോലെ ഡയറക്ഷൻ ഓഫ് ഇറർ ഡെൽറ്റ വാല്യൂ നമുക്ക് എങ്ങനെ കിട്ടി? ഓക്കെ, ഇത് നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കാം.